ഹലോ, എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ പ്രൊമോ വിശേഷത്തിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഇന്ന് വൈകുന്നേരം 6:30 വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂ ആണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ഇക്കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചാരുവിൻ്റെ സഹായത്തോടു കൂടി തന്നെ പോലീസുകാരും മാലമാഷും ഒക്കെ ചേർന്നുകൊണ്ട് അരവിന്ദിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അത് നമ്മൾ അറിഞ്ഞതാണല്ലോ. ഈ സമയത്ത് അരവിന്ദാണെങ്കിൽ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനും ആകാശിൻ്റെ തലയിൽ കെട്ടിവെക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് പോലീസുകാർക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അങ്ങനെ ബാലമാഷ് അരവിന്ദിനെ പോലീസ് സ്റ്റേഷനിൽ തന്നെ നിർത്തി ലോക്കപ്പിലാക്കാൻ പറയുകയാണ്. അങ്ങനെ അതനുസരിച്ച് ലോക്കപ്പിലാക്കുകയാണ് അരവിന്ദിനെ. നമ്മുടെ ആകാശിനെയും കൂട്ടി ചാരുവിനെയും കൂട്ടി ബാലമാഷ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രേയനെയാണ്. ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ്, നിനക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോടാ എൻ്റെ പ്രണയം എന്താണെന്നും എൻ്റെ പ്രതികാരം എന്താണെന്നും. ഇതൊക്കെ ചെറിയ ഡോസാ, നിനക്ക് ഞാൻ ഇനിയും വലുത് കരുതി വെച്ചിട്ടുണ്ടടാ എന്നൊക്കെ മനസ്സിൽ കരുതി ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. നീ ആ ലോക്കപ്പിൽ കിടക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോള് വരികയാണ്. വിളിച്ചത് പിയാണ്. മാഡം, നമ്മൾ ഉദ്ദേശിച്ചതുപോലെയൊന്നും നടന്നില്ല. ഒരു സാഡ് ന്യൂസ് ഉണ്ട്. സാഡ് ന്യൂസോ? എന്ത് സാഡ് ന്യൂസ്? ആകാശ് സാറിൻ്റെ പേരിലുള്ള കേസൊക്കെ പിൻവലിച്ചു കഴിഞ്ഞു. ആകാശ് സാറിനെ റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇത് കേട്ട് ശ്രേയ പറയുകയാണ്, എന്ത് ആകാശിനെ റിലീസ് ചെയ്തുവെന്നോ? നമ്മളല്ലേ അവൻ്റെ പേരിൽ കേസ് കൊടുത്തത്, പിന്നെ എങ്ങനെ അവനെ റിലീസ് ചെയ്യും? അത് പിന്നെ ആകാശ് സാറല്ല തെറ്റുകളൊക്കെ ചെയ്തത്, ആകാശ് സാറിൻ്റെ സഹോദരനായിട്ടുള്ള അരവിന്ദാണ്. ആകാശ് സാറിൻ്റെ സഹോദരൻ അരവിന്ദിനെ കിട്ടുകയും ചെയ്തു. എന്തായാലും ആകാശ് സാറിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നുള്ളത് പോലീസുകാർക്ക് തെളിഞ്ഞു. അത് കാരണം അവർ പറഞ്ഞു വിട്ടു എന്ന് പറയുകയാണ്. ഇത് കേട്ട് ശ്രേയയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. അത് ശരി, താനെങ്കിൽ വെക്ക്. എന്നാലും ആകാശേ, നീ എന്നെ പറ്റിച്ചുകൊണ്ട് അവളുടെ കൂടെ സന്തോഷമായിട്ടൊന്ന് കഴിയുമല്ലേ? എനിക്കതൊന്ന് കാണണം എന്നിങ്ങനെ പ്രാന്തി പോലെ പുലുമ്പുകയാണ് കേട്ടോ നമ്മുടെ ശ്രേയ. അടുത്ത സീനിലാണെങ്കിൽ ആകാശിൻ്റെ വീട്ടിൽ കാണിക്കുകയാണ്. ആകാശിൻ്റെ പെങ്ങന്മാരൊക്കെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് രമേശൻ പറയുകയാണ്, എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നോക്ക്, ആകാശിനെ ഇപ്പം തന്നെ പോലീസുകാർ വിടും, ഉറപ്പായിട്ടും വിടും. അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്കൊരു മട്ടൻ ബിരിയാണി മേടിച്ചു തരണം, ബെറ്റിനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അച്ചു പറയുകയാണ്, എന്താ രമേശ് ചേട്ടാ സമയവും സാഹചര്യവും അറിയാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എൻ്റെ പൊന്നു ഭാര്യയെ, എനിക്ക് സമയവും സാഹചര്യവും ഒക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ അനിയത്തി പറയുകയാണ്, ഞാൻ ബെറ്റിനുണ്ട്. എന്തായാലും ആകാശ് ചേട്ടനെ പുറത്തിറക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും രമേശൻ ചേട്ടന് തീർച്ചയായിട്ടും ബിരിയാണി മേടിച്ചരാമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഹേമി ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നീ പുറത്തിറക്കും, എൻ്റെ മോൻ അരവിന്ദേ അങ്ങനെയൊന്നും പിടികൊടുക്കുന്നവനല്ല, അവൻ എന്തായാലും അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും എന്ന് ഹേമ പറയും. അതേ സമയത്ത് ബാലമാഷ് കയറി വരാം. അച്ഛാ, എന്തായച്ചാ? എന്ത് പറഞ്ഞു? അവനെ കാണാൻ പറ്റിയോ? ചാരു എന്തേ? അപ്പോഴേക്കും ഹേമ പറയുകയാണ്, ചിലപ്പോൾ അവളെയും പിടിച്ചകത്തിട്ടിട്ടുണ്ടാവും പോലീസ്. അതേ, നീ കരുതുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. എന്തായാലും എൻ്റെ മക്കൾ രണ്ടുപേരും എൻ്റെ കൂടെയുണ്ട്. അരവിന്ദിനെ പോലീസുകാർ പിടിക്കുകയും ചെയ്തു, ആകാശിനെ വിട്ടയക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. ഇത് കേട്ട് ഹേമ ആകെ പേടിക്കുകയാണ്. എന്ത്, അരവിന്ദിനെ പിടിച്ചു എന്നോ? എന്തിനാ എൻ്റെ കൊച്ചിനെ പോലീസ് പിടിക്കുന്നത്? നിനക്കറിയില്ലല്ലേ എന്തിനാണെന്ന്? എടീ, നീ രണ്ടു മക്കളെയും തരം തിരിച്ച് കാണുന്ന നിൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അതൊന്ന് നിർത്തുന്നോ അതോടുകൂടി നീ രക്ഷപ്പെടും. അരവിന്ദ് ചെയ്ത തെറ്റിന് എന്തിനാടി ആകാശിനെ പോലീസ് പിടിക്കേണ്ടത്? ആകാശ് എന്ത് തെറ്റ് ചെയ്തിട്ടാ? അവൻ്റെ ഹണിമൂൺ തകർക്കാൻ വേണ്ടി അരവിന്ദ് ചെയ്ത പദ്ധതിയാണിതെന്ന്. അങ്ങനെയാണെങ്കിലും അരവിന്ദ് എങ്ങനെ അറിഞ്ഞു ആകാശ് സസ്പെൻഷനിലാണെന്ന്? അതാരാ പറഞ്ഞത്? എനിക്കെല്ലാം അറിയാം. പാലിനെ പാലായി വെള്ളത്തെ വെള്ളമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ടടി എന്ന് പറയുകയാണ്. ഈ സമയത്ത് ഹേമ പറയുകയാണ്, ദൈവമേ, എൻ്റെ കൊച്ചിനെ ലോക്കപ്പിൽ തന്നെ ഇട്ടോ, അതിനെയും കൂടെ വിളിച്ചിട്ട് വരണ്ടായിരുന്നോ? എന്തിനാ നീ വിളിച്ചിട്ട് വരേണ്ടത്? നിൻ്റെ മോൻ ചെയ്യുന്ന എല്ലാ വൃത്തികേടിനും നീ കൂട്ടുതന്ന് അവനെ പെരുങ്കള്ളനാക്കിയത് നീ ഒറ്റൊരുത്തിയാ. മകന് നല്ല വഴി ഉപദേശിച്ചു കൊടുക്കേണ്ടതിന് പകരം മകനെ കൂട്ടുനിന്ന് കള്ളനാക്കി മാറ്റി. ഇപ്പോഴത്തെ ഗുണ്ടയുമാക്കിയിട്ടുണ്ട്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ തന്നെ അവൻ കിടക്കട്ടെ. കിടന്നു കഴിയുമ്പോൾ അവൻ്റെ തലയിൽ ബോധോദയം വരും ഇല്ലയെന്നുള്ളത് അപ്പം അറിയാമെന്ന് പറയുകയാണ്. ഇത് കേട്ട് ഹേമയ്ക്ക് ഭയങ്കര വിഷമം വരികയാണ്. ഹേമ പറയാണ്, നിങ്ങൾ ഒറ്റൊരുത്തൻ കാരണമാണ് ഈ വീട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായത്. നിങ്ങളുടെ മോൻ കൂടിയാണ് അവനെന്ന് ഓർക്കണം. എനിക്ക് നല്ല ഓർമ്മയുണ്ടടി. എൻ്റെ മോനാണ് അവന് നല്ല ഓർമ്മയും നല്ല ബോധ്യവും എനിക്കുണ്ട്. പക്ഷേ എൻ്റെ മോനെ ഇതുപോലെ വൃത്തികെട്ടവനാക്കിയത് നീ ഒറ്റൊരുത്തിയ. നീ എന്ന് പറയുന്ന ഒരു അമ്മ
അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർക്കിടയിൽ വഴക്കുണ്ടാവുകയാണ്. ഈ സമയത്ത് ആകാശ് കയറി വരാണ്. ആകാശിനെ കണ്ടതും പെങ്ങന്മാരൊക്കെ ഓടി വന്ന് ആകാശിനെ കെട്ടിപ്പിടിക്കുകയാണ്. എടാ ആകാശ്, സത്യം പറയാലോ, നീ ഇവിടെ വരുന്നത് വരെ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടായില്ല മോനെ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു കുഴപ്പമില്ല ചേച്ചി. പിന്നെ ഒന്നും ചെയ്തില്ലല്ലോ? ഇല്ല ചേച്ചി, എന്നെ അവരൊന്നും ചെയ്തില്ല, നിങ്ങൾ പേടിക്കാതിരിക്കുക, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ആകാശ് അച്ഛനോട് പറയുകയാണ്, അച്ഛാ എൻ്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ തല്ലു പിടിക്കാൻ നിൽക്കണ്ട. അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടിട്ടൊന്നും അല്ല, അവർക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിന് കാരണം ഞാൻ കൂടിയാണെങ്കിലോ, എൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയാണ് അമ്മേനെ ഇതുപോലെ വേദനിപ്പിച്ചതെങ്കിലോ, എന്തായാലും ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ തല്ലു പിടിക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ ആകാശ് കയറി പോവാണ്. അങ്ങനെ ചാരുവിനോട് ആകാശ് പറയുകയാണ്, നീ കാരണമാണ് എനിക്കിപ്പോൾ പുറത്തിറങ്ങാനായിട്ട് പറ്റിയത്. അല്ല ചാരു, ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്കെങ്ങനെ അറിയായിരുന്നു അരവിന്ദേട്ടൻ അവിടെ ഉണ്ടെന്ന്? നീ എങ്ങനെ അത് മനസ്സിലാക്കി? അത് പിന്നെ ചേട്ടൻ്റെ ഓഫീസിലെ മാഡം ഇല്ലേ, അവരുടെ വീട്ടിലെ പെരപാർപ്പിനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ലേ? പോയി വരുന്ന വഴി വണ്ടിയിൽ ചെളി തെറിച്ചിട്ട് ഒരു വർക്ക്ഷോപ്പിൽ കയറിയത് ഓർമ്മയില്ലേ? ആ, ഓർമ്മയുണ്ട്. ആ സമയത്ത് ഞാൻ അവിടെ അരവിന്ദേട്ടനെ കണ്ടായിരുന്നു. മാസ്കും തൊപ്പിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കി അത് അരവിന്ദേട്ടനാണെന്ന്. പിന്നീട് ഞാനത് ആരോടും പറയാതിരുന്നതാ. എങ്ങാനും മാമൻ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മായിയും മാമനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും. പിന്നീട് അങ്ങനെയെങ്കിലും അരവിന്ദേട്ടനെ കണ്ടെത്താനായിട്ടുള്ള ശ്രമം നടത്തും. ഇവിടെ രാജാവിനെ പോലെ കഴിഞ്ഞിരുന്ന ആളല്ലേ, അവിടെ ചെന്ന് ഒരു തൊഴിലാളിയെ പോലെ നിൽക്കുന്നത് കണ്ടിട്ട് സത്യം പറയാലോ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അതിനുള്ള കാരണക്കാരി ഞാൻ കൂടെ ആണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കൊരു സമാധാനം കിട്ടിയില്ല. എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ അക്കുച്ചേട്ടാ. അരവിന്ദേട്ടനെ കണ്ടെത്തിയാൽ മാത്രമേ അക്കുച്ചേട്ടനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായ നിമിഷം പിന്നീട് ഞാനൊന്നും ചിന്തിച്ചില്ല. അരവിന്ദേട്ടനെ കണ്ടെത്താനായിട്ടുള്ള ശ്രമം നടത്തുമായിരുന്നു എന്ന് പറയുകയാണ്. ഈ സമയത്ത് ആകാശ് പറയുകയാണ്, എന്തായാലും ഒരുപാട് താങ്ക്സ്. നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇതിനൊന്നും സാധിക്കില്ലായിരുന്നു എന്ന് പറയുകയാണ്. ഈ സമയത്ത് ആകാശിൻ്റെ ഓഫീസിലെ ക്ലർക്ക് മാഡം ഉണ്ടല്ലോ, അവർ വിളിക്കുകയാണ്. ഹലോ ആകാശ് സാർ, നിങ്ങളെന്തായാലും പുറത്തിറങ്ങിയെന്ന് അറിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറയാലോ, ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി നിങ്ങളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേ. എന്തായാലും നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ, ആ പെൺകുട്ടി ഒരുപാട് വേദനിച്ചായിരുന്നു. ഓഫീസിൽ വന്ന് ശ്രേയ മേഡത്തിനോട് കെഞ്ചി വരെ അവർ സംസാരിച്ചു. എന്ത്, ചാരു ഓഫീസിൽ വന്ന് ശ്രേയ മേഡത്തിനോട് സംസാരിച്ചെന്നോ? അതെ സാർ അറിഞ്ഞില്ലേ? മേഡത്തിനോട് ഒരുപാട് വിഷമിച്ച് ഒരുപാട് കെഞ്ചി ആ പെൺകുട്ടി പറഞ്ഞു നോക്കി. പക്ഷെ മേഡം ആണെങ്കിലോ സാറിനെ എങ്ങനെയെങ്കിലും അകത്തിടണം എന്നുള്ളൊരു ചിന്തയിൽ തന്നെയായിരുന്നു. എന്തായാലും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മേഡം കുടിക്കാൻ വെച്ചിരുന്ന ചൂട് ചായ എടുത്ത് ചാരുവിൻ്റെ മുഖത്ത് വരെ എറിഞ്ഞു സാർ. ചാരുവിൻ്റെ മുഖത്തെറിഞ്ഞോ? അതെ, ചാരു ഒന്നും പറഞ്ഞില്ലേ? ഞാനാണ് പറഞ്ഞതെന്ന് പറയില്ലേ സാർ? അങ്ങനെ ഒരു സംഭവം നടന്നു. നമ്മുടെ പ്യൂൺ കണ്ടിട്ട് അയാളാ നമ്മളോടൊക്കെ പറഞ്ഞത്. സത്യം പറയാലോ, ഞങ്ങൾക്കാകെ വിഷമമായിപ്പോയി. ഞാനിതൊന്നും അറിഞ്ഞില്ല. എന്തായാലും മാഡം നാളെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ചാരുവിനോട് ചോദിക്കുകയാണ്, ചാരു നീ സത്യം പറ, നീ എൻ്റെ ഓഫീസിൽ ചെന്നായിരുന്നോ? ഇല്ല. അവിടെ എന്താ നടന്നേന്നുള്ളത് ചാരു സത്യമായിട്ട് പറ. നിൻ്റെ മുഖത്ത് ശ്രേയ ചായ ഒഴിച്ചായിരുന്നോ? അതും ചൂട് ചായ? ഇല്ല അക്കുച്ചേട്ടാ, അങ്ങനെയൊന്നും നടന്നില്ല. നീ എന്നോട് നുണയാണോ ചാരു പറയുന്നത്? സത്യം പറ, അവിടെ എന്താ നടന്നതെന്ന്. അതെ അക്കുച്ചേട്ടാ, അക്കുച്ചേട്ടനെ പുറത്തിറക്കണമെങ്കിൽ മാഡം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസുകാർ കേൾക്കുമെന്നുള്ളത് അറിയായിരുന്നു. പ്യൂൺ കേസ് പിൻവലിക്കാൻ തയ്യാറാണെങ്കിൽ അക്കുച്ചേട്ടനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ വഴി ഞാനൊരു ശ്രമം നടത്തി നോക്കിയതാ. പക്ഷേ ശ്രേയ മേഡം അടുത്തില്ല. മാത്രമല്ല ആ ഒരു ദേഷ്യത്തിന് അവരങ്ങനെ ചായ ഒഴിച്ചു. അത് ചിലപ്പോൾ ആ വെപ്രാളത്തിലും ആ ദേഷ്യത്തിലും സംഭവിച്ചു പോയതായിരിക്കുള്ളൂ. അതിലെനിക്കൊരു പരാതിയില്ല അക്കുച്ചേട്ടാ. അത് ശരി, നിൻ്റെ മുഖത്ത് ചായ ഒഴിച്ചിട്ട് അവൾ അത്ര സുന്ദരിയായിട്ട് സമാധാനത്തോടുകൂടി അവിടെ ഇരിക്കുമോ? എങ്കിൽ അതൊന്നും എനിക്ക് കാണണം. ഇന്ന് തന്നെ നാളെ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുകയാണ്. ഇത് കേട്ട് ചാരു പറയുകയാണ്, അക്കുച്ചേട്ടാ ചുമ്മാ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, അറിയാതെ പറ്റിപ്പോയതായിരിക്കുള്ളൂ. എന്തായാലും ആകാശ് ഇത് വിട്ടുകളയാനായിട്ട് തയ്യാറാവുന്നില്ല. അതേസമയം ചാരുവിന് വിഷമം തോന്നാതിരിക്കാൻ, ഇല്ല ഞാനത് വിട്ടു, നീ കിടന്നുറങ്ങിക്കോളാൻ പറയുകയാണ്. പക്ഷേ ആകാശ് അത് വിടുവോ? ഒട്ടും വിടില്ല. ഇനിയാണ് ആകാശിൻ്റെ സത്യസന്ധമായ മുഖം, അല്ലെങ്കിൽ ആകാശിൻ്റെ മറ്റൊരു മുഖം നമ്മുടെ ശ്രേയ കാണാനായിട്ട് പോകുന്നത്. പകരത്തിന്
അതിന് പകരം നമ്മുടെ ആകാശം നല്ലത് കൊടുക്കുന്നുണ്ട് ശ്രേയയ്ക്ക്. എങ്ങനെയാണോ ചാരുവിൻ്റെ മുഖത്ത് ശ്രേയ ചായ കോരി ഒഴിച്ചത് അതുപോലെ തന്നെ നല്ല ചൂട് ചായ, തിളച്ച ചായ മേടിച്ച് ചാരുവിൻ്റെ മുഖത്തൊഴിച്ച ശ്രേയയുടെ മുഖത്തും ആകാശം ഒഴിച്ചു വിടുന്നുണ്ട്. അങ്ങനെയുള്ള അടിപൊളി ഗംഭീര എപ്പിസോഡാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അങ്ങനെ എന്തായാലും ഹേമയ്ക്ക് ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല. ഹേമയ്ക്കാണെങ്കിൽ അങ്ങനെ ടെൻഷൻ ആവുകയാണ്. എൻ്റെ കൊച്ച് എന്തെടുക്കാനാവോ, എന്തായാലും അവൻ്റെ നമ്പറിലേക്ക് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഹേമ നേരെ വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ പോലീസുകാരാണ് കോൾ എടുക്കുന്നത്. മോനെ അരവിന്ദേ എന്ന് പറഞ്ഞ അമ്മ വിളിക്കുമ്പോഴത്തേക്കും പോലീസുകാർ പറയുകയാണ്, അരവിന്ദേ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവിടെ എന്തായാലും നിങ്ങളുടെ മോനെ ഫോൺ കൊടുക്കാനായിട്ട് പറ്റില്ല. സാർ അങ്ങനെയൊന്നും പറയില്ലേ സാർ, എൻ്റെ മോൻ ഒരു പിഞ്ച് പാവമാണ്, അവൻ അറിയാതെ ചെയ്തു പോയ തെറ്റാണ് സാർ, ഒന്ന് എൻ്റെ മോന് ഫോൺ കൊടുക്കുമെന്ന് പറയുകയാണ്. എന്തായാലും അരവിന്ദിന് മനസ്സിലാവാണ് അമ്മയാണ് വിളിക്കുന്നതെന്ന്. അരവിന്ദ് പോലീസുകാരനോട് പറയുകയാണ്, സാർ ദയവ് ചെയ്തിട്ട് എൻ്റെ അമ്മയുടെ ഫോൺ എനിക്കൊന്ന് താ സാർ, അല്ലെങ്കിൽ അമ്മയ്ക്ക് പെട്ടെന്ന് BP കയറി തലകറങ്ങി വീഴും, ഞാൻ രണ്ട് വാക്ക് ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ തരാമെന്ന് പറയുകയാണ്. കുറേ കെഞ്ചുന്നത് കൊണ്ട് പോലീസുകാരൻ ഫോൺ കൊടുക്കുകയാണ്. കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അരവിന്ദ് പറയുകയാണ്, എൻ്റെ മോനെ നിന്നെ പോലീസ് പിടിച്ചല്ലേടാ, ഇതിനൊക്കെ കാരണം ആ പുടവക്കാരിയാണ്, ആ അമ്മേ അവൾ തന്നെയാണ് കാരണം. ഞാൻ കരുതിയതുപോലെ ഞാൻ മാത്രമല്ല അവളെ കണ്ടത്. ആകാശം ചാരും കൂടെ വർക്ക്ഷോപ്പിൽ വന്നപ്പോൾ ഞാൻ കണ്ടു എന്ന് വിചാരിച്ചത്, പക്ഷെ അവളും എന്നെ കണ്ടായിരുന്നു. കറക്റ്റ് സമയം നോക്കി അവൾ എന്നെ പിടിച്ചു കൊടുത്തു. അതോടുകൂടി ഞാൻ ലോക്കപ്പിലായമ്മേ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അമ്മേനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഫോൺ ചെക്ക് ചെയ്യാനായിട്ടൊക്കെ കാർന്നൂർ പറഞ്ഞു. അപ്പോൾ അമ്മയുടെ പേര് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിടികൊടുത്തത്. എന്തായാലും ഞാൻ ഇനിയിപ്പോൾ ഇവിടെയായി. എൻ്റെ മോൻ വിഷമിക്കേണ്ട മോനെ, ഇത്രയും നേരമായിട്ട് നീ ഒന്നും കഴിച്ചില്ലല്ലോടാ, നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനിടയിൽ ഹേമ മോനെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡാണ് വരാനായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന 1-2 സുഹൃത്തുക്കളുണ്ട് നമുക്ക്, അവരിതിനും കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസ് റിവ്യൂ ആയിട്ടല്ല, ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള പ്രൊമോ നമ്മൾ നാളെ ചെയ്തിടുന്നതായിരിക്കുള്ളൂ. പിന്നെ എപ്പോഴും നമ്മൾ അപ്കമിങ് ആയിട്ടുള്ള റിവ്യൂ ചെയ്യാറില്ലേ, അപ്പോൾ ആ അപ്കമിങ് റിവ്യൂ നമ്മളിന്ന് ചെയ്യും മാക്സിമം. അപ്പോൾ എന്തായാലും റിവ്യൂ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.